أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين صلاة والسلام على رسوله الأمين. പ്രിയരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കറിയാം, നമ്മുടെ മക്കൾ നമ്മളുടെ സ്വപ്നമാണ്. അവരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ പ്രതീക്ഷ. അവർ അവരുടെ ജീവിതത്തിൽ സത്യസന്ധരായിരിക്കണമെന്ന്, വാഗ്ദത്തം പാലിക്കുന്നവരായിരിക്കണമെന്ന്, മാതാപിതാക്കളോട് ഏറെ സ്നേഹവും ബഹുമാനവും ഉള്ളവരായിരിക്കണമെന്നും, കുടുംബാംഗങ്ങളോട് കുടുംബബന്ധം പുലർത്തുകയും അവരിടപെടുന്ന മനുഷ്യരുമായിട്ട് ഏറ്റവും നല്ല ഊഷ്മളമായ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നവരായിരിക്കണമെന്നൊക്കെയും തീർച്ചയായും നമുക്ക് സ്വപ്നങ്ങളുണ്ട്. അവരുടെ ധാർമ്മിക മൂല്യങ്ങളെക്കുറിച്ചും നമുക്ക് നല്ല പ്രതീക്ഷകളുണ്ട്. ഇത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് മാത്രമല്ല, ഏതൊരു ദർശനത്തിൽ വിശ്വസിക്കുന്ന, ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും തങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള അവരുടെ സ്വപ്നം ഇതായിരിക്കും. പക്ഷെ അങ്ങനെ സ്വപ്നം കണ്ടത് മാത്രം കാര്യമില്ല എന്നതാണ് ഇസ്ലാം വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇഖ്റ എന്ന് തുടങ്ങിയ നീ വായിക്കുക എന്ന ആഹ്വാനത്തോടു കൂടി തുടങ്ങുന്ന വിശുദ്ധ ഖുർആൻ പഠനത്തിനും അറിവാർജിക്കുന്നതിനും അത് ജീവിതത്തിൽ പകർത്തുന്നതിനും ഇത്രയേറെ പ്രാധാന്യം നൽകിയത്. തീർച്ചയായും ഇത്തരം സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ മക്കൾ ആർജിച്ചെടുക്കേണ്ടുന്ന കഴിവും ഇതാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് എങ്ങനെ ജീവിക്കണമെന്നാണ് നമ്മെ പഠിപ്പിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ ജീവിച്ചു കാണിച്ചു തന്നത്. ഇതിന് കൃത്യമായി നമ്മളുടെ മദ്രസകളിലൂടെ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും കുടുംബത്തിനും സമൂഹത്തിനും ലോകത്തിനു തന്നെ മാതൃകയാക്കുന്ന ഒരു മനുഷ്യ സമൂഹം ഉണ്ടാവുകയും ചെയ്യുക എന്ന് തന്നെയാണ് മദ്രസകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ ഉത്തരവാദിത്തം. പലപ്പോഴും മദ്രസകളെക്കുറിച്ചിട്ടുള്ള പല തെറ്റിദ്ധാരണകളും നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ കേൾക്കാറുണ്ട്. പക്ഷേ എത്ര സൂക്ഷ്മമായിട്ടാണ് ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ അവൻ്റെ ജീവിതത്തിൽ അവൻ പിച്ചവെച്ച് നടക്കുന്നത് മുതൽ എങ്ങനെയാണ് നിങ്ങൾ നല്ലത് പറഞ്ഞു പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളാണ് അവനെ പഠിപ്പിക്കേണ്ടതെന്നത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇസ്ലാം ഓരോ രക്ഷിതാക്കളോടും ആഹ്വാനം ചെയ്യുന്നത്. പേരിടുന്നത് മുതൽ ലുഖ്മാനുൽ ഹക്കീം തൻ്റെ മകനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നതെന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. യാ ബുനയ്യ എന്നാണ്, എൻ്റെ പൊന്നുമോനെ. അദ്ദേഹം മകന് കൊടുക്കുന്ന ഉപദേശത്തെക്കുറിച്ചും വിശുദ്ധ ഖുർആനിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നീ നമസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം, ഒരു മനുഷ്യൻ്റെ നേരെ നീ നിൻ്റെ മുഖത്തെ തിരിച്ചു കളയരുത്, നിസാരനാക്കരുത് ഒരു മനുഷ്യനെയും, നീ വല്ലാതെ ബഹുമാനമില്ലാതെ ഒച്ചവെച്ച് സംസാരിക്കരുത്, നീ അഹങ്കാരത്തോടുകൂടി നടക്കരുത്. ഇങ്ങനെ വളരെ സൂക്ഷ്മതലത്തിൽ പോലും നമുക്ക് നിസാരമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ആ പിതാവ് മകനെ ഉപദേശിക്കുന്നത്, വിശുദ്ധ ഖുർആനിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നത് നാഥൻ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ മദ്രസകളിലൂടെ ഒരു നല്ല ഭാവി തലമുറയെ സൃഷ്ടിക്കുക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. അതാണ് ഇത്തരം സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ചെറിയ ഉദാഹരണങ്ങൾ എടുത്തു നോക്കി നമുക്ക് അത്ഭുതം തോന്നും. അഥവാ ഓരോ മിനിറ്റിലും സെക്കൻഡിലും നാഥനുമായിട്ട് വർത്തമാനം പറയുന്ന, നമസ്കാരത്തിൽ മാത്രമല്ല, അള്ളാഹുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ തെറ്റിലേക്ക് പോവുക, അക്രമക്കാരിയാവുക, അവൻ അധർമ്മകാരിയാവുക എന്നത് സംഭവിക്കുക വളരെ വിരളമായിരിക്കും. കാരണം അവൻ നാഥനോടാണ് വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലുന്നു, അതിനുശേഷം നാഥനോട് നന്ദി രേഖപ്പെടുത്തുന്നു, വസ്ത്രം ധരിക്കുമ്പോൾ നന്ദി രേഖപ്പെടുത്തുന്നു, വാഹനത്തിൽ കയറുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്നു. ഇങ്ങനെ ഏതേത് നിമിഷത്തിലും തൻ്റെ സഹോദരൻ തുമ്മിയാൽ അവൻ അൽഹംദുലില്ലാ പറഞ്ഞാൽ അവന് വേണ്ടി നമ്മൾ റഹമുക്കുമുള്ള, താങ്കൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടാവട്ടെ എന്ന് തിരിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സഹജീവികളോടും സമസൃഷ്ടികളോടും നന്ദിയുള്ള, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശാല ഹൃദയമുള്ള ഒരു മനുഷ്യനെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം വാർത്തെടുക്കുന്നത്. ഓരോ അർത്ഥത്തിലും മനോഹരമായ ഒരു മനുഷ്യനായി, നന്ദിയുള്ളവനായിട്ട്, നല്ല സഹാനുഭൂതിയുള്ള മനുഷ്യനായിട്ട് അവനെ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും മദ്രസകളിലൂടെ നമ്മൾ അപ്പോഴും മനസ്സിലാക്കണം, ചില ആളുകളോടത്തൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ പല വിഷയങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ നമ്മളിൽ മുമ്പിലേക്ക് എത്തുന്ന പല വിഷയങ്ങളുണ്ടാകും. അപ്പോൾ നമുക്ക് വല്ലാത്ത അമർഷം തോന്നാറുണ്ട്, എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു,
ഇങ്ങനെയല്ലല്ലോ റബ്ബ് പറഞ്ഞത്. കാരണം ഇത്ര കൃത്യമായിട്ട് ഒരു ലൂപ്പ് ഹോൾസും ഇല്ലാതെ എല്ലാ പഴുതുകളെയും, അനീതിയുടെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. അത് കുടുംബജീവിതത്തിലാണെങ്കിലും ശരി, അനന്തരാകാശവുമായി ബന്ധപ്പെട്ട് സാമൂഹികമായ ഇടപെടലിൽ, സാമ്പത്തിക കൊടുക്കൽ വാങ്ങലുകളിൽ വളരെ കൃത്യമായിട്ട് ഓരോന്നിനെയും വളരെ വിശദമായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പലരും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇസ്ലാമിൻ്റെ വിരുദ്ധമായിട്ട്, ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായിട്ട്, ഖുർആനിന് വിരുദ്ധമായിട്ട് ജീവിതത്തിൽ മുസ്ലിമാണെന്ന പേര് കൊണ്ട് മുസ്ലിമാണ്, പക്ഷേ പ്രാക്ടീസ് കൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ ശത്രുപക്ഷത്ത് നിർത്തുന്ന, മറ്റുള്ളവർ ശത്രുപക്ഷത്ത് നിർത്തുന്ന, പ്രതിപക്ഷത്ത് നിർത്തുന്ന വിധത്തിൽ അവൻ പണിയെടുത്തുകൊണ്ടേയിരിക്കുന്നു. പലപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അധ്യാപനങ്ങൾക്കെതിരായിട്ട് പണിയെടുക്കുന്നു. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു, അനീതി നടപ്പിലാക്കുന്നു. അപ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നു, പക്ഷേ ഖുർആൻ ഇങ്ങനെയാണ് കേട്ടോ, പക്ഷെ ഖുർആനിൽ ഇങ്ങനെയല്ല കേട്ടോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് നിരന്തരമായിട്ട്? നമുക്ക് ഒരു സമുദായം ക്രൂശിലേറ്റപ്പെടുമ്പോൾ, ഇസ്ലാം തന്നെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം നമ്മൾ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത്, യഥാർത്ഥത്തിൽ വെറും വാക്കുകൾക്കപ്പുറത്ത് എന്തിനാണ് ഞാൻ ഹിജാബ് ഇടുന്നത്, എന്തിനാണ് ഞാൻ നമസ്കരിക്കുന്നത്, എന്തിനാണ് ഞാൻ സാമ്പത്തികമായി പലിശ എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് തുടങ്ങി എന്തിനാണത് ശീലിക്കുന്നത് എന്നതിൻ്റെ മർമ്മം കൂടി തീർച്ചയായും മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ അധ്യാപകർ മക്കളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആന്തരികമായ അർത്ഥം കൂടി അവർക്ക് ബോധ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ. നമ്മളും പഠിക്കേണ്ടതുണ്ട്. കാരണം പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും അറിവില്ലാത്തവരാണ് ബഹുഭൂരിപക്ഷം രക്ഷിതാക്കളും. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന, അറിവില്ലായ്മയിൽ തന്നെ ജീവിതകാലം മുഴുവൻ കഴിച്ചു കൂട്ടേണ്ടി വരുന്ന, അങ്ങനെ യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിരുദ്ധമായി ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരെയും കൂടി പഠിപ്പിക്കുന്ന രീതിയിൽ, അവരെയും കൂടി നേർവഴിയിലൂടെ ഇസ്ലാമിക അധ്യാപനങ്ങളിലൂടെ നടത്തിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ മക്കൾ പഠിക്കണം, അവരുടെ വളർച്ചയുണ്ടാവണം. വിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. തീർച്ചയായും നിങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കുക തന്നെ ചെയ്യും. അതെന്തുമാവട്ടെ, പലതരത്തിലാണ് മനുഷ്യന് റബ്ബ് കഴിവുകൾ കൊടുക്കുക. വ്യത്യസ്തങ്ങളായിരിക്കും ഓരോ മനുഷ്യൻ്റെയും കഴിവുകൾ. പക്ഷേ ആ നൽകപ്പെട്ട കഴിവിനെക്കുറിച്ച് നാഥൻ നിങ്ങളോട് നാളെ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുമ്പോൾ ചോദിക്കുക തന്നെ ചെയ്യുമെന്നാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇസ്ലാമിൻ്റെ ഈ മനോഹരമായ അധ്യാപനങ്ങളെ, ഒരു ജീവിത വ്യവസ്ഥയെ, അതിൻ്റേതായ ധാർമ്മിക വ്യവസ്ഥയെ പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും അത് വ്യത്യസ്തങ്ങളായ ആവിഷ്കാരങ്ങളിലൂടെ പൊതുസമൂഹത്തിന് അറിയിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് തീർച്ചയായും വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട്. പല ആശയങ്ങളും നമ്മുടെ മക്കളെ സ്വാധീനിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അതാണ് നിറപ്പകിട്ടുള്ളത് എന്നതാണ് അവർ കരുതി വെക്കുന്നത്. പക്ഷേ ഇത് അബദ്ധമായി പോയി എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കഴിഞ്ഞിരിക്കും. തീർച്ചയായും നമ്മുടെ മക്കളുടെ മദ്രസ പഠനം വളരെ ഗൗരവത്തോടു കൂടി കാണുക. ഏറ്റവും നല്ല വിജയാശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.